നമസ്തേ, ന്യൂസ് 5 PM സ്വാഗതം. അതിപ്രധാന വാർത്തകൾ. അനധികൃത ഫ്ലക്സിൽ സർക്കാരിനെ കുടഞ്ഞ് ഹൈക്കോടതി. ബോർഡ് വയ്ക്കുന്നതെല്ലാം നവകേരളം. സാഹചര്യങ്ങൾ നിരാശാജനകം. ബോർഡുകൾ വേണ്ടെന്ന് പറയാൻ സർക്കാരിന് കഴിയുമോ എന്നും കോടതിയുടെ ചോദ്യം. അറബിക്കടലിലെ കപ്പൽ അപകടം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. പ്രഖ്യാപിച്ചത് കൊച്ചിയിലെ MSC LC കപ്പൽ അപകടം. തീരുമാനം മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ. കനത്ത മഴ തുടരും. 8 ജില്ലകളിൽ റെഡ് അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം അതിതീവ്രമായി. വിലങ്ങാട് പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പുയരുന്നു. കുമിളിക്ക് സമീപം ലോറിക്ക് മുകളിൽ മരം വീണു. വാഹനത്തിൽ കുടുങ്ങിയാളെ രക്ഷിക്കാൻ ശ്രമം. മനുഷ്യന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാനുള്ള സംസ്ഥാനത്തിന്റെ തീരുമാനം ഇരട്ടത്താപ്പെന്ന് BJP. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന പല പദ്ധതികളും സംസ്ഥാനം നടപ്പാക്കുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ. മമത സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാത്തതിൽ വിമർശനം. ബംഗാൾ സർക്കാർ അഴിമതിയിൽ മുങ്ങി. നരേന്ദ്രമോദിയുടെ പശ്ചിമ ബംഗാൾ സന്ദർശനത്തിന് തുടക്കം. പട്ടാപ്പകൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. സംഭവം കോഴിക്കോട് ബീച്ചിൽ. 7 വയസ്സുകാരനെ രക്ഷിച്ചത് ഒപ്പം കളിച്ചുകൊണ്ടിരുന്ന സുഹൃത്തുക്കൾ. 2 നാടോടികൾ പോലീസ് കസ്റ്റഡിയിൽ. വാർത്തയിലേക്ക്. അനധികൃത ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കലിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. നിരാശാജനകമെന്ന് ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് ബോർഡുകളടക്കം എല്ലായിടത്തും ഫ്ലക്സുകളാണ്. ബോർഡ് വയ്ക്കുന്നതിലെല്ലാം നവകേരളമെന്നും സാഹചര്യങ്ങൾ നിരാശാജനകമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, അതിനിശ്ചിതമായ വിമർശനം തന്നെയാണ് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ ഭാഗത്തിനുമുണ്ടായത്. കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് വ്യക്തമാക്കിയത്? സുരേഷ്, നാളുകളായിട്ട് അനധികൃതമായി വഴിയരികിൽ ഉള്ള ഫ്ലെക്സ് ബോർഡുകൾ അത് നീക്കം ചെയ്യണമെന്നുള്ളത് ഹൈക്കോടതി വിവിധ ഇടക്കാല ഉത്തരവുകൾ ഇറക്കിക്കൊണ്ട് നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷെ അതൊക്കെ തന്നെ പാലിക്കാനായിട്ടുള്ള ഒരു നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് ഉണ്ടായിരുന്നില്ല. അതായത് ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യും, ഫൈൻ ഈടാക്കും, പിന്നീട് അതേ സ്ഥാനത്ത് തന്നെ പുതിയ ഫ്ലെക്സ് ബോർഡുകൾ ഉയരും. ഇത് തന്നെയാണ് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിലാണ് നിരാശാജനകം എന്നുള്ളൊരു വാക്പ്രയോഗം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ബോർഡുകൾ അടക്കം എല്ലായിടത്തും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നുമല്ല നവകേരളം. ബോർഡ് വയ്ക്കുന്നതല്ല നവകേരളം എന്നുമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കുറ്റപ്പെടുത്തിയത്. അതുകൂടാതെ തന്നെ ഈ സർക്കാർ തന്നെ പറയണം ഈ ബോർഡുകൾ പാടില്ല എന്ന്. അത്തരത്തിൽ പറയാനായിട്ടുള്ള ഒരു ആർജവം സർക്കാരിനുണ്ടോ എന്നും അതിന് കഴിയുമോ എന്നുള്ളൊരു ചോദ്യവും സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ അനധികൃതമായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നത് അത് ഏത് വിധത്തിൽ നടപടികൾ പുരോഗമിക്കുന്നു, എത്ര രൂപ ഫൈൻ ഈടാക്കി എന്നത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട്, അതായത് നടപടി റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് തദ്ദേശ ഭരണവകുപ്പ് സെക്രട്ടറിക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അടുത്തയാഴ്ച പ്രസ്തുത ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ഈ കോടതി ഉത്തരവുകൾ നിരന്തരം വന്നതിന് ശേഷവും ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ തന്നെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് സർക്കാരിന്റെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥരുടെ പേരിൽ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ വെച്ചാണ് ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നത്. അതുകൊണ്ട് താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർക്ക് അത് എടുത്തു മാറ്റാനായിട്ട് ഭയമുണ്ട്. ഈ ഫ്ലെക്സ് ബോർഡുകളിൽ ഒന്നും തന്നെ തങ്ങളുടെ മുഖം വരരുതെന്ന് ഓരോ ഉദ്യോഗസ്ഥനും അങ്ങനെ വിചാരിക്കണമെന്നുള്ള കാര്യം കൂടി ഹൈക്കോടതി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും തദ്ദേശ സെക്രട്ടറിക്ക് നിലവിൽ ഈ നടപടി റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. സുരേഷ്, കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇറാനിൽ കാണാതായ ഭാരതീയരെ കണ്ടെത്താൻ നടപടികൾ തുടരുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം.
പാകിസ്ഥാനുമായുള്ള ചർച്ചകൾ ഉഭയകക്ഷി തലത്തിൽ മാത്രമായിരിക്കും. ഭീകരതയും ചർച്ചയും ഒരുമിച്ച് കൊണ്ടുപോകാനാകില്ലെന്ന് ആവർത്തിച്ച് വിദേശകാര്യ വക്താവ്. ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്ന പാകിസ്ഥാൻ നിലപാട് അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ നിലവിലെ അവസ്ഥയിൽ തുടരും. പാകിസ്ഥാൻ ഭീകരതയുടെ പ്രഭവ കേന്ദ്രമെന്ന ലോകം തിരിച്ചറിഞ്ഞു. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് സംബന്ധിച്ച് അമേരിക്കയുമായി കൃത്യമായ ധാരണയുണ്ടെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജസ്വാൾ. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, വിദേശകാര്യ മന്ത്രാലയം വിദേശകാര്യ വക്താവ് ഇത് സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? സുരേഷ്, വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയത് ഇറാനിൽ കാണാതായ ഭാരതീയരെ സംബന്ധിച്ചുള്ള നിരവധി വിഷയങ്ങളും ചർച്ചകളും ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ കൃത്യമായ ആ ഒരു ഫോളോ അപ്പ് ആക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭാരത സർക്കാർ. അത് ഇറാനിലെ സർക്കാർ അധികൃതരുമായും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുകയും ഈ കാണാതായവരെ കണ്ടെത്തി നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് കൃത്യമായി രൺധീർ ജസ്വാൾ ഇന്ന് അറിയിക്കുകയുണ്ടായി. മറ്റൊരു സുപ്രധാന കാര്യം എടുത്തു പറഞ്ഞത് പാകിസ്ഥാനുമായുള്ള ചർച്ച ഇന്ന് രാവിലെ രാജ്നാഥ് സിംഗിൻ്റെ കാര്യത്തിലും രാജ്നാഥ് സിംഗും ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. അതായത് പാകിസ്ഥാനുമായി ഇനി ചർച്ചകളുണ്ടെങ്കിൽ അത് ഉഭയകക്ഷി ചർച്ചകൾ മാത്രമായിരിക്കും, അതും വളരെ പരിമിതമായ കാര്യങ്ങളിൽ മാത്രമായിരിക്കും എന്നൊരു നിലപാടാണ് അറിയിച്ചത്. അതായത് ഉഭയകക്ഷി ചർച്ചകൾ എന്ന് പറയുമ്പോൾ രണ്ട് കക്ഷികൾ മാത്രമുള്ള ചർച്ചകൾ, മൂന്നാമതൊരു കക്ഷിയുടെ സാന്നിധ്യം അതിൽ വേണ്ടതില്ല എന്ന കൃത്യമായൊരു നിലപാട് തന്നെയാണ് അറിയിച്ചത്. ഈ അടുത്ത കാലങ്ങളിലെല്ലാം തന്നെ ഇറാൻ്റെ പിന്തുണയോടെ കുറേ കൂടി കാര്യക്ഷമമായ ഇടപെടൽ നടത്താനുള്ള നീക്കം പാകിസ്ഥാൻ നടത്തുന്നു എന്ന സൂചനകളെല്ലാം പുറത്തു വന്നിരുന്നു ഈ പാക് അധിനിവേശ കാശ്മീർ വിഷയത്തിൽ. അതിനൊക്കെയുള്ള കൃത്യമായൊരു മറുപടി തന്നെയാണ് ഇപ്പോൾ രൺധീർ ജസ്വാളിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ വിഷയം അദ്ദേഹം വിശദീകരിച്ചത്, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിലപാടായി വിശദീകരിച്ചത്, എന്ന് പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്നത് നിർത്തുന്നുവോ അന്ന് വരെ ഈ സിന്ധു നദീജലം തടയുന്ന നീക്കം, ഭാരതത്തിൻ്റെ നിലവിലെ നീക്കം തുടരുക തന്നെ ചെയ്യുമെന്ന ഒരു അസന്നിഗ്ധമായൊരു നിലപാടാണ് അദ്ദേഹം അറിയിക്കുകയും ചെയ്തത്. മറ്റു നിരവധിയായ നിരീക്ഷണങ്ങളും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. പ്രധാനമായും എടുത്തു പറഞ്ഞത് ഭാരതത്തിൻ്റെ കൃത്യമായ ഓപ്പറേഷൻ സിന്ദൂറും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള വിദേശ രാജ്യങ്ങളിലോടുള്ള അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ സംബന്ധിച്ച വിശദീകരണവും അതുപോലെ തന്നെ UN സെക്യൂരിറ്റി കൗൺസിലിനെ വിശദീകരിച്ചതും ഉൾപ്പെടെയുള്ള നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾ വഴി പാകിസ്ഥാൻ ഭീകരതയുടെ പ്രഭവ കേന്ദ്രമെന്ന ഒരു അവസ്ഥയാണ് എന്ന് കൃത്യമായി ലോകത്തെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. ചൈനയ്ക്ക് പോലും അത് ബോധ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി എന്നതാണ് ഏറ്റവും സുപ്രധാനമായൊരു വിഷയമായി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്യുന്നത്. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയവരെ സംബന്ധിച്ചുള്ള ഒരു വിഷയത്തിലും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു വിശദീകരണം ഉണ്ടായിരുന്നു. അമേരിക്കയിലേക്ക് കുടിയേറിയവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് തയ്യാറാണ് ഭാരതം. അമേരിക്ക എന്നല്ല, ലോകത്തെ ഏത് രാജ്യത്തിലേക്കും കുടിയേറിയവരെ തിരിച്ചു കൊണ്ടുവരാൻ തയ്യാറാണ് ഭാരതമെന്ന് നേരത്തെ തന്നെ വിദേശകാര്യമന്ത്രി പലതവണ ആവർത്തിക്കുകയും പല അന്താരാഷ്ട്ര വേദികളിൽ പോലും കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അതുതന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് രൺധീർ ജസ്വാൾ. അദ്ദേഹം പറയുന്നത് അമേരിക്കയുമായി ഇക്കാര്യത്തിലൊരു ധാരണയുണ്ട്, ആ ധാരണ പ്രകാരമുള്ള നീക്കങ്ങൾ തുടർന്നും നടക്കുമെന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. സുരേഷ്. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാട് മണ്ണാർക്കാട് അരിയൂർ സഹകരണ ബാങ്കിൽ വിജിലൻസ് പരിശോധന. സാമ്പത്തിക ക്രമക്കേടിൽ പരാതി ഉയർന്നതോടെയാണ് പരിശോധന. ബാങ്ക് ഉദ്യോഗസ്ഥരെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, നടപടികൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? സുരേഷ്, പാലക്കാട് മണ്ണാർക്കാട് അരിയൂർ സഹകരണ ബാങ്കിലാണ് വിജിലൻസ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. സാമ്പത്തിക ക്രമക്കേടിൽ പരാതി ഉയർന്നതോടെയാണ് പരിശോധന. ബാങ്ക് ഉദ്യോഗസ്ഥരെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നുണ്ട്. ബാങ്കിൽ പലതരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പരാതിയായിട്ട് ഉയർന്നിട്ടുള്ളത്. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സഹകരണ ബാങ്കാണ് ഈ മണ്ണാർക്കാടുള്ള അരിയൂർ സഹകരണ ബാങ്ക്. അവിടെയാണ് ഇപ്പോൾ വിജിലൻസ് സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. മനുഷ്യന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാനുള്ള സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനം ഇരട്ടത്താപ്പെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കൃഷിനാശമുണ്ടാക്കുന്ന കാട്ടുപന്നികളുടെ കാര്യത്തിൽ ഈ അധികാരം പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനുണ്ടായ വീഴ്ച മറച്ചുവെക്കാനാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം. വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, സംസ്ഥാന സർക്കാരിന്റെ നീക്കം ഇരട്ടത്താപ്പെന്നാണ് BJP വിമർശിച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഏത് തരത്തിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത്? മനുഷ്യരെ ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ കേന്ദ്ര സർക്കാർ അനുമതി തേടാനുള്ള സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനം ഇരട്ടത്താപ്പെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വിമർശനം. കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന പല പദ്ധതികളും നടപ്പിലാക്കാതെ സംസ്ഥാന സർക്കാർ ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ്
സർക്കാരിന്റെ വീഴ്ചകളെ മറച്ചു പിടിക്കുവാനുള്ള നീക്കമെന്നും ആണ് വിമർശനം. പ്രസ്താവനയിലൂടെയാണ് അദ്ദേഹം ഇത് വിമർശിക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മനുഷ്യ വന്യജീവി സംഘർഷം നേരിടുന്നതിന് മതിയായ പദ്ധതികളും നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്, ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് നടപ്പിലാക്കാതെയാണ് വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നുമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വിമർശനം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ ചീഫ് വൈൽഡ് വാർഡന് ഇപ്പോൾ തന്നെ നിയമമുണ്ട്. എന്നാൽ ആ നിയമവും അധികാരവും ഉണ്ടെന്നിരിക്കെ ഇത് നടപ്പിലാക്കാതെയുള്ള സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് വിമർശനമായിട്ട് ഇപ്പോൾ ഉന്നയിക്കുന്നത്. കാട്ടുപന്നികളുടെ കാര്യത്തിലാണെങ്കിൽ അത് ഈ അധികാരം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനുമുണ്ട്. അതായത് ഈ മനുഷ്യന്റെ കൃഷിയിടങ്ങളടക്കം നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊല്ലുവാൻ പഞ്ചായത്ത് പ്രസിഡന്റിനടക്കം അധികാരമുണ്ടെന്നിരിക്കെ ഈ നിലവിൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന സമീപനം, അതായത് ഇത്തരത്തിലൊരു അനുമതി തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് അത് കേവലം ഒരു പ്രഹസനം മാത്രമാണ് എന്നാണ് ഈ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അതായത് അടിക്കടി സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ പെരുകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ യാതൊരുവിധ നടപടികളും സ്വീകരിക്കാത്ത ഒരു പരാജയപ്പെട്ട സർക്കാരായി ഈ സംസ്ഥാന സർക്കാർ മാറുന്നു. ഇതെല്ലാം മറച്ചു പിടിക്കാൻ ആണ് ഇപ്പോൾ ഈ സമീപനമെന്നും പറയുന്നുണ്ട്. മാത്രമല്ല ഈ KSEB അടക്കമുള്ള സർക്കാർ പ്രസ്ഥാനങ്ങളെയും രാജീവ് ചന്ദ്രശേഖർ വിമർശിക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ വനഭൂമികൾ KSEB ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കയ്യേറി ഉപയോഗിക്കുന്ന ഒരു രീതിയും നിലവിൽ കാണുന്നുണ്ട്. ഇതടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ ആക്രമണങ്ങൾ പെരുകാൻ കാരണമാകുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുകയോ കൃഷിനാശം സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നിയമം. ഈ നിയമം പോലും പാലിക്കുന്നില്ല. മറ്റു ചില സംസ്ഥാനങ്ങളിൽ പാമ്പ് കടിയേറ്റ് മരിക്കുന്നവർക്ക് പോലും പണം നൽകുന്നുണ്ട് അതത് സർക്കാരുകൾ. എന്നാൽ 4 ലക്ഷം രൂപ വരെ മരണാനന്തരം നൽകുന്നുണ്ട് ഇത്തരത്തിൽ ദുരന്തങ്ങൾക്ക്. എന്നാൽ സംസ്ഥാന സർക്കാർ അതുപോലും നൽകാൻ കഴിയാത്തൊരു സർക്കാരാണ് സംസ്ഥാന സർക്കാർ. അതുമാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ ഓഫീസുകളിൽ പോലും കയറാൻ കർഷകർക്ക് പേടിയാവുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം പലവിധ പേപ്പറുകൾ അല്ലാതെ തന്നെ പലവിധ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കർഷകരെ വലയ്ക്കുന്ന നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളിലുമുണ്ട്, സർക്കാർ ഓഫീസുകളിലുമുണ്ട്. ഈ സംഭവങ്ങളൊക്കെ ഇരിക്കെയാണ് ഇപ്പോൾ സർക്കാർ ഇത്തരം നീക്കം നടക്കുന്നത്. അത് ഒരു ദുരുദ്ദേശപരമായ നീക്കമാണ്, സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ വിമർശിക്കുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നിലവിലെ സംസ്ഥാനത്തെ സാഹചര്യം അടക്കമുള്ളവ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. അതോടൊപ്പം തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ, അതായത് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം നടത്തും. അതായത് ഈ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെ പുറത്തു കൊണ്ടുവരാൻ BJP നേതൃത്വത്തിൽ BJP ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രസ്താവനയിലൂടെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള വിമർശനമാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. KP പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്. മമതാ ബാനർജിക്കെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അക്രമ രാഷ്ട്രീയത്തിൽ നിന്നും പ്രീണന രാഷ്ട്രീയത്തിൽ നിന്നും ബംഗാൾ മോചനം ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. ബംഗാളിലെ ജനങ്ങളുടെ മനസ്സിൽ ജനാധിപത്യ വിശ്വാസം പുനഃസ്ഥാപിക്കുകയാണ് BJP പ്രവർത്തകരുടെ മുന്നിലെ പ്രധാന വെല്ലുവിളിയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. साथियों, पश्चिम बंगाल को अब हिंसा की, तुष्टीकरण की, दंगों की, महिला अत्याचार की, घोटालों की राजनीति से मुक्ति चाहिए. अब पश्चिम बंगाल के सामने भाजपा का विकास मॉडल है. പത്തനംതിട്ട കളക്ടറേറ്റ് വളപ്പിൽ മരം വീണു. പൊതുമരാമത്ത് ഓഫീസിന് മുകളിലാണ് മരം വീണത്. ഉച്ചയോടുണ്ടായ കനത്ത മഴയിലാണ് മരം കെട്ടിടത്തിലേക്ക് വീണത്. ഓഫീസ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. അപകട സാധ്യതയുള്ള മരങ്ങൾ പോലും കൃത്യമായി മുറിച്ചു മാറ്റിയില്ലെന്ന് വിമർശനമുയരുന്നുണ്ട്. വിശദാംശങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, അപകടകരമായ മരങ്ങൾ പോലും മുറിച്ചു മാറ്റിയിട്ടില്ല എന്നുള്ള വിമർശനം തന്നെയാണ് കൂടുതൽ ശക്തമാകുന്നത്. പത്തനംതിട്ട കളക്ടറേറ്റ് വളപ്പിലാണ് മരം വീണത്. പൊതുമരാമത്ത് ഓഫീസിന് മുകളിലാണ് മരം വീണത്. ഉച്ചയോടുണ്ടായ കനത്ത മഴയിലാണ് മരം കെട്ടിടത്തിലേക്ക് വീണത്. ഓഫീസ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നിട്ടുണ്ട്. വിശദാംശങ്ങളുമായി മിഥുൻ ചേരുകയാണ്. മിഥുൻ, അപകടകരമായ മരങ്ങൾ പോലും മുറിച്ചു മാറ്റിയിട്ടില്ല, ബന്ധപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്ന വിമർശനം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ശക്തമാകുന്നത്.
KP പത്തനംതിട്ട ജില്ലാ ഭരണസിരാ കേന്ദ്രത്തിലുള്ള ആ പരിസരത്തുള്ള അപകടകരമായിട്ടുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിയില്ല എന്നുള്ള വിമർശനമാണ് ഉയർന്നത്. പത്തനംതിട്ട കളക്ടറേറ്റ് വളപ്പിലേക്കാണ് പൊതുമരാമത്ത് ഓഫീസിന് മുകളിലേക്കാണ് മരം വീണത്. ഉച്ചയോടെ കനത്ത മഴ ഒപ്പം ശക്തമായ കാറ്റും നഗരത്തിൽ ഉണ്ടായിരുന്നു. ഈ കാറ്റിലാണ് മരം ഒടിഞ്ഞ് കളക്ടറേറ്റ് വളപ്പിൽ പൊതുമരാമത്ത് ഓഫീസിന് മുകളിലേക്ക് വീണത്. ഓഫീസ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തിക്കുന്നത് പ്രധാനമായും ജില്ലാ കളക്ടർ അധ്യക്ഷനായാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി അനാവശ്യമായിട്ടുള്ള അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മറ്റും വെട്ടിമാറ്റിയിട്ടില്ല. അത് പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലാ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ ഉൾപ്പെടെ നിൽക്കുന്ന ജില്ലാ ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ വളപ്പിൽ ഉൾപ്പെടെ നിൽക്കുന്ന അപകടകരമായിട്ടുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാത്തതിന്റെ ഫലമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാക്കിയതെന്നുള്ള വിമർശനമാണ് വ്യാപകമായി ഉയരുന്നത്. പത്തനംതിട്ട നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമെല്ലാം മഴ ശക്തമായി തന്നെ തുടരുകയാണ്. കനത്ത കാറ്റാണ് പലയിടത്തും നാശം വിതയ്ക്കുന്നത്. റാന്നിയിലും ഇന്ന് കൂട്ടത്തോടെ മരങ്ങൾ കടപുഴകി വീണു. 5ലധികം മരങ്ങൾ റാന്നി ഇട്ടിപ്പാറ റൂട്ടിൽ കൂട്ടത്തോടെ ഇന്ന് ഉച്ചയോടെ കടപുഴകി വീണിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് ശ്രമകരമായ ദൗത്യത്തിന് ഒടുവിൽ ഈ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റിയത്. ഏറെ സമയം വൈദ്യുതിയും ഈ ഭാഗത്തെല്ലാം മുടങ്ങിയിരിക്കുകയാണ്. വൈദ്യുത പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. ധാരാളം വൈദ്യുത പോസ്റ്റുകൾ ഈ ഭാഗത്ത് തകർന്നിട്ടുണ്ട്. കണ്ടനാട്ട് പടി മുതലുള്ള ഭാഗങ്ങളിലാണ് കൂട്ടത്തോടെ മരങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് മറിഞ്ഞു വീണത്. ആൾതാമസം കുറവുള്ള ഭാഗമായതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അങ്ങനെ ആളപായം മറ്റ് വീടുകൾക്ക് നാശനഷ്ടമുണ്ടാകുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മറ്റ് പത്തനംതിട്ട ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലും മരം കടപുഴകി വീണുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തോന്നല്ലൂർ അക്കിനാട്ട് ഭാഗത്ത് പന്തളത്ത് വീടിന് മുകളിലേക്ക് പ്ലാവ് കടപുഴകി വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് തന്നെ തൊട്ടടുത്ത വൈദ്യുതി പോസ്റ്റും തകർന്നു വീണിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായത് 150-150 വൈദ്യുത പോസ്റ്റുകളാണ് പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒടിഞ്ഞു വീണ അപകടമുണ്ടായത്. പലയിടത്തും വൈദ്യുതി മണിക്കൂറുകളോളം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യവുമാണ്. KCBക്കാണ് വലിയ നഷ്ടം ഈ മഴക്കാലത്ത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും വരുന്നത്. പത്തനംതിട്ട ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ ഉൾപ്പെടെ മരങ്ങൾ കടപുഴകി വീണ് ഓഫീസ് കെട്ടിടത്തിന്റെ മേൽക്കൂര ഉൾപ്പെടെ തകർന്നു പോണ സംഭവങ്ങളാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ ശക്തമായി തന്നെ തുടരുന്നു. ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയുണ്ട്. രാവിലെ ഇടപെട്ടുള്ള മഴയായിരുന്നു. റാന്നി, പെരുന്നാട്, മറ്റു ഭാഗങ്ങളിലെല്ലാം തിരുവല്ല ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളായ പന്തളം, ആറന്മുള ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെല്ലാം ഉണ്ടായിരുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ ഉണ്ട്. ശക്തമായ കാറ്റുമുണ്ട്. നിലവിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഒന്ന് ഇരവി പേരിലാണ്. അവിടെ 7 പേർ, ഒരു പ്രദേശത്തെ 7 പേർ ഈ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. മറ്റൊന്ന് 2 ക്യാമ്പുകളാണ് നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ, നദിയിലെ ജലനിരപ്പടക്കമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം, ജാഗ്രത വേണം എന്നുള്ള അറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. മലയോര യാത്രയ്ക്കും മറ്റ് വിനോദസഞ്ചാരത്തിനുമെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ജൂൺ 1 വരെ പത്തനംതിട്ട ജില്ലയിൽ തുടരുകയാണ്. ക്വാറിയുടെ പ്രവർത്തനമടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട്. രണ്ടാമത്തെ 3 ഷട്ടറുകളിൽ രണ്ടാമത്തെ ഷട്ടർ 20 മീറ്ററാണ് തുറന്നിരിക്കുന്നത്. സീതത്തോട്, ആങ്ങാമൊഴി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ നദികളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണമെന്നും അറിയിപ്പുണ്ട്. നിലവിൽ 2 ക്യാമ്പുകൾ മാത്രമാണ് പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഇരവിയൂർ പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാളിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ചെങ്ങമൺ പ്രദേശത്തെ 7 പേരെയാണ് ഈ ക്യാമ്പിൽ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. തണ്ണിത്തോട് ഉള്ള പകൽ വീട്ടിൽ മറ്റൊരു ക്യാമ്പും പ്രവർത്തിക്കുന്നുണ്ട്. KP മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂരിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. കുമളിക്ക് സമീപം മരം വീണ് ലോറിയിൽ കുടുങ്ങിയ യുവാവ് മരിച്ചു. കോട്ടയം ചങ്ങനാശ്ശേരി കുറിച്ചി സ്വദേശി ശ്രീജിത്ത് മനോജാണ് മരിച്ചത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ക്യാബിൻ വെട്ടിപ്പൊളിച്ച് ശ്രീജിത്തിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തടി കയറ്റി വന്ന ലോറിക്ക് മുകളിൽ മരം വീണാണ് അപകടം സംഭവിച്ചത്. ഇവരുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, മണിക്കൂറുകൾ നീണ്ട പ്രയത്നം, പക്ഷേ വിഫലമായി. മറ്റു വിവരങ്ങൾ കൂടി.
ഏകദേശം 2 മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ കുമളി തമിഴ്നാട് അതിർത്തിയിൽ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് മുകളിലേക്ക് ഇത്തരത്തിൽ 2 മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഈ മരങ്ങൾ വീണ് ഈ ലോറി ക്യാബിന്റെ മുകളിലേക്കാണ് ഈ 2 മരങ്ങളും വന്ന് പതിച്ചത്. ഇതോടുകൂടി ക്യാബിൻ പൂർണ്ണമായും തകരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ ക്യാബിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള വശത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്നു കോട്ടയം കുറിച്ചി സ്വദേശിയായിട്ടുള്ള ശ്രീജിത്ത്. ഏകദേശം 20 വയസ്സ് മാത്രമാണ് ശ്രീജിത്തിന് പ്രായമുള്ളത്. ഈ സമയത്താണ് ഈ ഒരു മരം താഴേക്ക് വന്ന് പതിക്കുന്നത്. വാഹനത്തിൽ മൊത്തം 3 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഡ്രൈവറും മറ്റൊരാളും ഉണ്ടായിരുന്നു. ഇവർക്കൊപ്പം എത്തിയ ആളാണ് ശ്രീജിത്ത്. ഇവർ ഭക്ഷണം കഴിക്കുന്നതിനായി കുമളിയിൽ വാഹനം നിർത്തിയ ശേഷം ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങുകയും മറ്റു 2 പേർ വാഹനത്തിൽ തുടരുകയുമായിരുന്നു. ഈ സമയത്താണ് മരം വീഴുന്നത്. വാഹനത്തിലുണ്ടായിരുന്ന ഒരാളെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശ്രീജിത്തിനെ ഏറെ നേരത്തെ ശ്രമഫലത്തിനൊടുവിലാണ് കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ കഠിന പ്രയത്നവും അതുപോലെ തന്നെ നാട്ടുകാരുടെ കുമളിയിൽ നിന്നുള്ള നാട്ടുകാരുടെ ഒരു ശ്രമഫലവുമായാണ് ഈ ഒരു വാഹനം വെട്ടിപ്പൊളിച്ച് ഈ മരങ്ങൾ പൂർണ്ണമായും അറുത്തുമാറ്റിയ ശേഷം വാഹനം വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്ത് നിലവിലിപ്പോൾ കുമളി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഈ ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏതായാലും അതീവ ദുഃഖകരമായ ഒരു വാർത്ത ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഏകദേശം 2 മണിക്കൂറോളം ഈ ഒരു കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അതീവ ദുഃഖകരമായ ഒരു വാർത്ത അല്ലെങ്കിൽ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് എന്തായാലും കുമളിയിലുള്ളത്. സുബിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഉരുൾപൊട്ടൽ ദുരിതബാധിതരോടുള്ള സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് BJPയും കോൺഗ്രസും വിലങ്ങാട് ഹർത്താൽ നടത്തി. രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു ഹർത്താൽ. കഴിഞ്ഞ ദിവസത്തെ വില്ലേജ് ഓഫീസ് ഉപരോധത്തിൽ പങ്കെടുത്ത BJP കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വളയം പോലീസ് കേസെടുത്തു. ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന് 1 വർഷമാകുമ്പോഴും പുനരധിവാസം സാധ്യമാകാത്ത സാഹചര്യത്തിലാണ് ദുരിതബാധിതർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പിന്തുണയുമായി BJPയും ചേർന്നു. സർക്കാർ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക, ഗുണഭോക്തൃ പട്ടികയിൽ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തുക, സർക്കാർ വഞ്ചന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന വില്ലേജ് ഓഫീസ് ഉപരോധത്തിൽ ദുരിതബാധിതരും പോലീസും തമ്മിൽ സംഘർഷവുമുണ്ടായി. തുടർന്നാണ് ഹർത്താലും അനിശ്ചിതകാല വില്ലേജ് ഓഫീസ് ഉപരോധവും നടത്താൻ BJP തീരുമാനിച്ചത്. എന്നാൽ ഇന്നലെ വൈകിട്ട് നാദാപുരം DYSPയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഉപരോധ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ദുരിതബാധിതരുമായി ചർച്ച നടത്തുമെന്ന ഉറപ്പിന്മേലാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ഉദ്യോഗസ്ഥർ ചർച്ചയ്ക്കെത്തിയില്ലെങ്കിൽ നാളെ മുതൽ വില്ലേജ് ഓഫീസ് ഉപരോധം പുനരാരംഭിക്കാനാണ് ദുരിതബാധിതരുടെ തീരുമാനം. അതേസമയം ദുരിതബാധിതരോടൊപ്പം വില്ലേജ് ഓഫീസ് ഉപരോധിച്ച BJP മണ്ഡലം പ്രസിഡന്റ് അനീഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ വളയം പോലീസ് കേസെടുത്തു. BJP കോൺഗ്രസ് പ്രവർത്തകരായ 11 പേർ ഉൾപ്പെടെ 20ഓളം പേർക്കെതിരെയാണ് കേസെടുത്തത്. ജനം, കോഴിക്കോട്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ മരമൊടിഞ്ഞു വീണു. സെൻട്രൽ വെയർഹൌസിന് സമീപമാണ് മരം വീണത്. 3 വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം വീഴുകയായിരുന്നു. മരത്തിനടിയിൽപ്പെട്ട കാറും ഓട്ടോറിക്ഷയും പൂർണ്ണമായും തകർന്നു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വിശദാംശങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, എപ്പോഴായിരുന്നു സംഭവം? KP, അല്പസമയം മുമ്പാണ് ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം മരം വീണ് ഗതാഗത കുരുക്കിന് കാരണമായത്. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ സ്ഥിതി ചെയ്യുന്ന മരമായിരുന്നു മറിഞ്ഞു വീണത്. ഇത് റോഡിലേക്ക് വീഴുകയും സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 വാഹനങ്ങൾക്ക് മേളിലേക്കായിരുന്നു ഈ മരം വീണത്. ഇതിലൊരു കാറും ഒരു ഓട്ടോറിക്ഷയും പൂർണ്ണമായി തന്നെ തകർന്ന അവസ്ഥയിലായിരുന്നു. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഏതായാലും എറണാകുളം ജില്ലയിൽ ഇപ്പോൾ ഈ മരം വീണതുമായി ബന്ധപ്പെട്ട് ഈ ഫയർഫോഴ്സ് അടക്കം എത്തി ഈ സ്ഥലത്ത് നിന്നും ഇപ്പോൾ ഈ മരം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും എറണാകുളം ജില്ലയിൽ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. അടുത്ത 3 മണിക്കൂറിലും ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കനത്ത മഴയുമായി ബന്ധപ്പെട്ട് 180ഓളം വീടുകൾ തകർന്നതായിട്ടാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ജില്ലയിൽ ഈ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ നാളെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. KP. കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. 8 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെ ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസം കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരത്തിന് സമീപം സ്ഥിതി ചെയ്തിരുന്ന അതിതീവ്ര ന്യൂനമർദ്ദം റൈഡിഖി കരയിൽ പ്രവേശിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങി തീവ്ര ന്യൂനമർദ്ദമായി മാറാനാണ് സാധ്യത. കൊല്ലം ശക്തികുളങ്ങരയിൽ കണ്ടെയ്നർ തീപിടിച്ചതിൽ സുരക്ഷാ വീഴ്ച. അപകട സാധ്യത ഉണ്ട് എന്നറിഞ്ഞിട്ടും ഗ്യാസ് കട്ടർ ഉപയോഗിച്ചു. കണ്ടെയ്നർ മുറിച്ചു മാറ്റുന്നത് ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാതെയെന്നും ആരോപണം. അപകട സാധ്യതയുള്ളതിനാൽ ഇനി മുറിച്ചു നീക്കേണ്ട എന്ന് അധികൃതർ തീരുമാനിച്ചു. വിശദാംശങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണോ കണ്ടെത്തൽ? തുടർ നടപടികളും അതുകൊണ്ട് തന്നെ ഏത് തരത്തിലായിരിക്കും? തീർച്ചയായും ഈ ഒരു കണ്ടെയ്നർ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അപകട സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഗ്യാസ് കട്ടർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. എന്തായാലും അധികൃതരൊക്കെ വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ അവിടെയുള്ള ജീവനക്കാർ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു, ഈ ഒരു സാഹചര്യത്തിൽ കാറ്റ് നിൽക്കുന്ന സാഹചര്യത്തിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അപകടത്തിലേക്ക് വഴിവെക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് ഹെവി കട്ടർ അങ്ങനെയുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള ഉപകരണങ്ങളായിരിക്കണം ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. കണ്ടെയ്നർ പൂർണ്ണമായും ഈ ഉള്ളിലെ ഭാഗം മുഴുവനും കത്തി നശിച്ച നിലയിലാണ്. കുറേയധികം നേരം കറുത്ത പുക ഉയരുന്ന സാഹചര്യം ഉണ്ടായി. നാട്ടുകാരൊക്കെ ആശങ്കപ്പെട്ട് ഓടിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേസമയം തന്നെ ഇനി മുതൽ കണ്ടെയ്നർ മുറിച്ചു നീക്കേണ്ടതില്ല എന്നാണ് അധികൃതരുടെ തീരുമാനം. കാരണം ഇനിയും അപകട സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ കരമാർഗം കൊണ്ടുപോകാനാണ് ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ മുറിച്ച് ലോറിയിലേക്ക് കയറ്റുന്നത്. അതിൽ തന്നെ മുൻപരിചയം ഉള്ള ആളുകളെ വേണം ഇതിലേക്ക് നിയോഗിക്കാൻ എന്നുള്ളതും ആരോപണം ഉയരുന്നുണ്ട്. അതായത് ഈ നിലവിൽ MSC എന്നുള്ള കപ്പൽ കമ്പനി നിയോഗിച്ചിട്ടുള്ള ഒരു വാട്ടർ ലൈൻ എന്നുള്ള കമ്പനി, അത് ഒരു സ്ട്രീമർ ഏജൻസി ലൈസൻസ് ഉള്ള കമ്പനിയാണെന്നാണ് ലഭിക്കുന്ന വിവരം. അത്തരമൊരു കമ്പനിക്ക് ഇത് കണ്ടെയ്നറുകൾ മുറിച്ചു മാറ്റുവാൻ ഉള്ള മറ്റ് സംവിധാനങ്ങൾ ഉണ്ടോ എന്നും അതോടൊപ്പം തന്നെ മുൻപരിചയമുണ്ടോ എന്നും ഒക്കെയാണ് ആരോപണങ്ങൾ ഉയരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും കേൾക്കാനിടയായത്, അതായത് കൃത്യമായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെയാണ് ഈ കണ്ടെയ്നറുകൾ മുറിച്ചു മാറ്റുന്നത് എന്നുള്ളതാണ്. കാരണം ഈ കൃത്യമായും കണ്ടെയ്നർ മുറിച്ചു മാറ്റണമെങ്കിൽ അതിന് വേണ്ട മുൻകരുതൽ എടുക്കണം. അതോടൊപ്പം തന്നെ കാറ്റുള്ള സമയത്ത് ഗ്യാസ് കട്ടർ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഈ ഗ്യാസ് കട്ടറിൽ നിന്നും തീ പടരുന്നത് പെട്ടെന്നായിരിക്കും. തീപ്പൊരി വീണാൽ തന്നെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. എന്നിട്ടും ഗ്യാസ് കട്ടർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. എന്തായാലും കപ്പൽ കമ്പനി നിയോഗിച്ചിട്ടുള്ള ടീം അംഗങ്ങൾ, അത് വാട്ടർ ലൈനിൽ നിന്നുള്ള ടീം അംഗങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവർക്ക് ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ മുറിച്ചു മാറ്റുന്നതിലോ അല്ലെങ്കിൽ ഈ കപ്പലിലെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ല, അതൊരു ഷിപ്പിംഗ് ഏജൻസി ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു ഏജൻസി എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ മുറിച്ചു മാറ്റുന്നതിന് നേതൃത്വം നൽകുക എന്നുള്ളതാണ് ആളുകളൊക്കെ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ ഈ ഇത്തരമൊരു കപ്പൽ കമ്പനി എങ്ങനെയാണ് ഈ ദൗത്യത്തിന് വേണ്ടി ഈ ഒരു ലൈസൻസ് ഉള്ള കമ്പനിയെ ഏൽപ്പിച്ചതെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സമയത്തും കസ്റ്റംസിന്റെ അനുമതിയോടുകൂടിയാണ് ഇത് മുറിച്ചു മാറ്റേണ്ടത്. അനുമതി നൽകിയെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ഈ ഒരു അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ ഗ്യാസ് കട്ടർ ഉപയോഗിക്കുന്നത് അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പരിവെക്കുമെന്ന് തന്നെയാണ് ഇന്നും ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരൊക്കെ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കണ്ടെയ്നറുകൾ മുറിച്ചു മാറ്റുന്നതിന് ഇനി മുതൽ അത്തരത്തിൽ മുറിച്ചു മാറ്റേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ കൊണ്ടുപോകുന്നെങ്കിൽ അല്ലാത്ത രീതിയിൽ, അതായത് ഇത്തരത്തിൽ അപകട സാധ്യത ഇല്ലാത്ത രീതിയിൽ വേണം കൊണ്ടുപോകാനെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിലാണ് വലിയ സുരക്ഷാ വീഴ്ച നമുക്ക് മനസ്സിലാകുന്നത്. ഈ കണ്ടെയ്നർ മുറിച്ചു മാറ്റുന്നതിലെ ഈ ഒരു സമയത്ത് എന്തിനു വേണ്ടി ഗ്യാസ് കട്ടർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. കാരണം അവിടെ നിൽക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഈ ഗ്യാസ് കട്ടർ അപകട സാധ്യത ഉള്ളതാണ്. കാരണം കടലിന്റെ കരയിൽ വലിയ കാറ്റ് അപ്പോഴും വീശുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഉപയോഗിച്ചത്. കുറേയധികം നേരം ഈ കണ്ടെയ്നർ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടേക്ക് പെട്ടെന്ന് തന്നെ അഗ്നിശമന സേന എത്തി 3 യൂണിറ്റ് എത്തി അവിടെ തീ അണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നാട്ടുകാരും ആശങ്കയിൽ തന്നെയാണ്. പിന്നീടാണ് ഇത്തരമൊരു തീരുമാനത്തിൽ മാറ്റം വരുന്നത്. എന്തായാലും ഉണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ച അത് പരിശോധിക്കണമെന്ന് തന്നെയാണ് ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്. ശരി, കൊല്ലത്തുനിന്ന് മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിലെ ചരക്ക് കപ്പൽ അപകടത്തെ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച് സർക്കാർ. ദുരന്ത നിവാരണത്തിലെ പ്രത്യേക നിയമപ്രകാരമാണ് പ്രഖ്യാപനം.
മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. ദുരന്ത പശ്ചാത്തലം മുൻകൂട്ടി കണ്ടാണ് പ്രഖ്യാപനം നടത്തിയത്. കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവം സംസ്ഥാന ദുരന്തമായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്താണ് തീരുമാനം. MSC എൽസ 3 എന്ന കപ്പലാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ടത്. കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കളും ഇന്ധനച്ചോർച്ചയും സാധ്യതയും പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സർക്കാർ തീരുമാനം. മുങ്ങിയ കപ്പലിൽ അപകടകരമായ വിധത്തിലുള്ള 13 കണ്ടെയ്നറുകൾ ഉണ്ട്. ഇതിൽ 12 എണ്ണത്തിലും കാൽസ്യം കാർബൈഡാണ്. അപകടകരമായ കണ്ടെയ്നറുകൾ തീരത്തേക്ക് ഇതുവരെ അടിഞ്ഞിട്ടുമില്ല. കപ്പലിൽ നിന്ന് ഒഴുകിയ എണ്ണപ്പാട നിയന്ത്രിക്കാനുള്ള നടപടികളും തുടരുന്നുണ്ട്. അപകടകരമായ കണ്ടെയ്നറുകൾ പുറത്തെത്തിക്കുന്ന അടക്കമുള്ള നടപടികളും ആരംഭിക്കേണ്ടതുണ്ട്. കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം അടക്കമുള്ള തീരദേശ മേഖലകളിൽ കണ്ടെയ്നറുകളിലെ വസ്തുക്കൾ ഒഴുകിയെത്തിയുള്ള മാലിന്യങ്ങൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികളടക്കം ഇന്ന് ആരംഭിച്ചിരുന്നു. കപ്പൽ അപകടം തീരദേശത്ത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന സാഹചര്യമടക്കം കണക്കിലെടുത്താണ് കൂടുതൽ കാര്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത്. ജനം, തിരുവനന്തപുരം. പോക്സോ കേസിൽ 23-കാരന് 23 വർഷം തടവും 75,000 രൂപ പിഴയും. കണ്ണൂർ ചെറുപുഴ പ്രാപ്പുയിൽ സ്വദേശി ജിതിൻ രാജുവിനാണ് ശിക്ഷ. 14-കാരിയെ പ്രണയം നടിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. തളിപ്പറമ്പ് പോക്സോ കോടതിയുടേതാണ് വിധി. കോഴിക്കോട് ബീച്ചിൽ പട്ടാപ്പകൽ 7 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച 2 നാടോടികൾ പോലീസിന്റെ പിടിയിലായി. മംഗലാപുരം സ്വദേശികളായ ശ്രീനിവാസൻ, ലക്ഷ്മി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. കുട്ടിയെ വായ പൊത്തി ചാക്കിൽ കയറ്റി കൊണ്ടുപോകാനായിരുന്നു പ്രതികളുടെ ശ്രമം. ശ്രീനിവാസനെതിരെ മോഷണം, പിടിച്ചുപറി തുടങ്ങിയ വിവിധ സ്റ്റേഷനുകളിൽ 5ഓളം കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഫ്രണ്ട്സുകളുടെ കൂടെ കളിക്കുമ്പോൾ വർത്താനൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പെണ്ണ് വന്നിട്ട് ഇവിടെ പിടിച്ച് ചാക്കിലേക്ക് ഇടാൻ നോക്കി. അപ്പം ഞാനിതാ പേടിച്ച് കരിഞ്ഞും കൊണ്ട് വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാരാക്കി തന്നു. അപ്പം ഉമ്മ പറയാ എന്താ സംഭവിച്ചത്? ഞാൻ പറയും ഒരു പെണ്ണിനെ പിടിക്കാൻ നോക്കി. അപ്പോൾ അതാ എൻ്റെ കൂട്ടുകാരെന്ത് ചെയ്തു, ആ പെണ്ണിനെ പിടിക്കാൻ നോക്കി. ഒരു കൂട്ടുകാരുണ്ട്, ആ കൂട്ടുകാർ പോലീസിനെ വിളിച്ച് അറിയിച്ചു. പുതിയ കടവ് ബീച്ച് പരിസരത്ത് വെച്ച് മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കുകയായിരുന്നു 7 വയസ്സുകാരൻ. ആ സമയം നാടോടി സ്ത്രീ കുട്ടിയെ അരികിലേക്ക് വിളിച്ചു. കയ്യിൽ കരുതിയിരുന്ന ചാക്കിൽ കുട്ടിയെ ബലം പ്രയോഗിച്ച് കയറ്റാൻ ശ്രമിച്ചു. കരഞ്ഞുകൊണ്ട് 7 വയസ്സുകാരൻ കുതറി പുറത്തേക്കോടി. തൊട്ടടുത്തുണ്ടായിരുന്ന കൂട്ടുകാരും ബഹളം വെച്ചതോടെ നാടോടി സ്ത്രീയും പുരുഷനും ഓടി രക്ഷപ്പെട്ടു. കുട്ടികളാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയ വിവരം ബീച്ചിലെ പോലീസ് എയ്ഡ് പോസ്റ്റിലെത്തി അറിയിച്ചത്. നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഗേറ്റ് പശുവിനെ പുല്ലൊടുത്ത് ഗേറ്റ് കൂട്ടിടൻ. അപ്പോൾ നമ്മൾ ബാക്കിൽ നിൽക്കുമ്പോൾ ഓല് വന്നുകൊണ്ട് ഓൻ്റെ ഊരൊക്കെ പിടിച്ച് മറിച്ച് ചാക്കിലേക്ക് ഇടാൻ പോയി. അപ്പോൾ നമ്മളെല്ലാവരും ഒച്ച ഉണ്ടാക്കിയപ്പോൾ അയിമ അവിടെ ഇട്ട് വെച്ച് കണ്ട് ഗാന്ധറോട് എത്തി. അപ്പോൾ നമ്മൾ വൈത്താലെ പോയി അവിടെ സോപ്പ് കമ്പനി സെക്യൂരിറ്റിനെ പറഞ്ഞു. അപ്പോൾ ഓല് പറഞ്ഞ് പൊയ്ക്കോ. അപ്പോൾ അവിടെ വന്ന് നമ്മൾ കാക്കമാരൊക്കെ കൂട്ടിക്കൊണ്ട് അപ്പോൾ ബീച്ചിൻ്റെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ചെക്കന് പോലീസിനെ പോയി വിളിച്ച്. മംഗലാപുരം സ്വദേശികളാണെന്നും ശ്രീനിവാസൻ, ലക്ഷ്മി എന്ന പേരുകളാണ് ഇരുവരും പോലീസിനോട് പറഞ്ഞത്. കന്നഡയ്ക്ക് പുറമെ നല്ല രീതിയിൽ മലയാളം സംസാരിക്കുന്നവർ കൂടിയാണ് പിടിയിലായ 2 പേരും. കസ്റ്റഡിയിലെടുത്ത 2 പേരെയും വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോഴിക്കോട് വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം മാത്രമേ സംഘത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂവെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ജനം, കോഴിക്കോട്. അറബിക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ ഉണ്ടോ എന്നറിയാൻ സോണാർ സെൻസർ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തും. എണ്ണപ്പാട തടയുന്നതിന് ഓയിൽ ബൂമുകൾ സജ്ജമാക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം നൽകി. കടലിൽ കണ്ടെയ്നറുകൾ വീണതിനെ തുടർന്ന് 2 തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് പ്രധാനമായും കേരളം നേരിടുന്നത്. എണ്ണപ്പാട കടലിൽ കലരുമോ എന്ന ആശങ്ക. 2, തീരപ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് തരികൾ ഉയർത്തുന്ന ഭീഷണി. ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വിദഗ്ധരുടെ യോഗം ഇക്കാര്യത്തിൽ അടിയന്തര നടപടിയെടുക്കാൻ തീരുമാനിച്ചു. എണ്ണപ്പാട തടയുന്നതിന് ഓയിൽ ബൂമുകൾ സജ്ജമാക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം നൽകി. കണ്ടെയ്നറുകൾ തകർന്ന്
തീരങ്ങളിൽ അടിഞ്ഞുകൂടിയ പോളി എഥിലീൻ തരികൾ നീക്കുന്ന ജോലികൾ ആരംഭിച്ചു. ഹരിതകർമ്മസേന, സന്നദ്ധ സംഘടനകൾ എന്നിവരെ ഉപയോഗിച്ചാണ് മണ്ണിൽ കലർന്ന പ്ലാസ്റ്റിക് തരികൾ നീക്കുന്നത്. തുമ്പ തീരത്തെ ക്ലീനിംഗ് ജോലികൾ വിലയിരുത്തുന്നതിനായി മന്ത്രി കെ രാജനും ജില്ലാ കളക്ടറും എത്തിയിരുന്നു. കപ്പലിൽ നിന്നുണ്ടായിട്ടുള്ള വെരി ലോ സൾഫർ ഓയിൽ കടലിന്റെ ഏതെങ്കിലും തരത്തിലുള്ള തീരത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞാൽ അറക്കപ്പൊടി ചേർത്തിട്ടുള്ള ചാക്കുകൾ തീരത്തിട്ട്, അതുപോലെ തന്നെ അഴികളിലും പൊഴികളിലും ഒക്കെ ബൂമുകൾ സെറ്റ് ചെയ്ത് ഏതെങ്കിലും വിധത്തിലുള്ള ഓയിലിന്റെ അംശം അതിഭീകരമായി പടരാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ നേരത്തെ എടുത്തിരുന്നു. ഇതോടൊപ്പം കടലിന് അടിയന്തര കണ്ടെയ്നറുകൾ കണ്ടെത്തുന്നതിന് ഇന്നു മുതൽ സോനാർ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. പോർബന്ദറിലെ വിശ്വകർമ്മ എന്ന സ്ഥാപനത്തിനാണ് ഇതിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. മറൈൻ എമർജൻസി റെസ്പോൺസ് ടീമുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒന്നായിട്ടുള്ള വിശ്വകർമ്മ ഇന്നലത്തോടുകൂടി കമ്പനിയുമായി ഒരു അഗ്രിമെന്റ് വെച്ച് കപ്പലിനകത്തുള്ള വസ്തുക്കളും കപ്പലിൽ നിന്നുള്ള ഓയിലുകളും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതല അവർ ഏറ്റെടുത്തിട്ടുണ്ട്. ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ഇന്ന് മുഖ്യമന്ത്രിയുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കപ്പൽ അപകടത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ DG മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. ജനം, തിരുവനന്തപുരം. തലസ്ഥാനത്ത് അധ്യാപിക കുഴഞ്ഞു വീണ് മരിച്ചു. തിരുവനന്തപുരം പാറശാല ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപിക വിനോദിനിയാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. അനാവൂർ സ്കൂളിൽ വെച്ചാണ് സംഭവം. സ്കൂളിൽ കമ്പ്യൂട്ടർ ക്ലാസ് എടുക്കാൻ എത്തിയതായിരുന്നു അധ്യാപിക. പാകിസ്ഥാനെ തകർക്കാൻ കരുത്തുണ്ടായിട്ടും ഭാരതം സംയമനം പാലിച്ചെന്ന് പ്രതിരോധ മന്ത്രി. ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഭീകരരെ മാത്രമാണ് ലക്ഷ്യം വെച്ചത്. പാകിസ്ഥാനുമായി ഇനി ചർച്ചയില്ല എന്നും ഭീകരവാദത്തിനൊപ്പം നിന്നതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. ഡൽഹിയിൽ CII വാർഷിക ബിസിനസ് ഉച്ചകോടി ഉദ്ഘാടന പ്ലീനറിയിൽ സംസാരിക്കവെയാണ് ഭീകരതയ്ക്കൊപ്പം നിന്നതിന് പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം. പാകിസ്ഥാനെ തകർക്കാൻ ശക്തിയും പ്രാപ്തിയും ഉണ്ടായിട്ടും ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാരതം സംയമനം പാലിച്ചു. ഭീകരതയ്ക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം. പാകിസ്ഥാനുമായി ഉഭയകക്ഷി ചർച്ച സാധ്യമല്ലെന്നും ഭീകരരെ വിട്ടുനൽകുന്നതും പാക് അധിനിവേശ ജമ്മു കശ്മീർ ഒഴിഞ്ഞു നൽകുന്നതും മാത്രമാണ് ചർച്ച ചെയ്യാനുള്ളതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. शक्ति और संयम इन दोनों का समन्वय का हमने दुनिया के सामने एक शानदार उदाहरण पेश किया है. हम और कुछ कर सकते थे, लेकिन संयम भी बरता है. तो शक्ति और संयम दोनों का एक शानदार उदाहरण हमने दुनिया के सामने पेश किया है. हमने पाकिस्तान के साथ अपने इंगेजमेंट और स्कोप ऑफ डायलॉग को रिकैलिब्रेट किया है. अब जब भी बात होगी केवल आतंकवाद पर बात होगी, POK पर बात होगी और किसी दूसरे मुद्दे पर पाकिस्तान के साथ बात नहीं होगी. പാക് അധിനിവേശ ജമ്മു കശ്മീർ ഭാരതത്തിന്റേതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ദേശീയ സുരക്ഷയ്ക്കും മേക്ക് ഇൻ ഇന്ത്യക്ക് പ്രാധാന്യമുണ്ടെന്ന് തെളിയിച്ചു. യുദ്ധവിമാനങ്ങളിലും മിസൈൽ സംവിധാനത്തിലും ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ജനം, ഡൽഹി. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി ഭാരതത്തിന്റെ പ്രതിനിധി സംഘം കുവൈറ്റിൽ സന്ദർശനം നടത്തി. ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ ഉറച്ച നിലപാട് ശക്തമായി ആവർത്തിച്ചുകൊണ്ടായിരുന്നു 2 ദിവസത്തെ സന്ദർശനം സംഘം പൂർത്തിയാക്കി മടങ്ങിയത്. രാജ്യത്തിന്റെ നിലപാടിനുള്ള അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാനും സൗഹൃദ രാജ്യങ്ങളുമായി ബന്ധം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് സർവകക്ഷി പാർലമെന്ററി സംഘം കുവൈറ്റിലെത്തിയത്. ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ ഏകകമാന നിലപാട് ആഗോള സമൂഹത്തിനു മുന്നിൽ ശക്തമായി പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളടങ്ങിയ സംഘം സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയത്. BJP MP ബൈജയന്ത് പാന്തയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ നിഷികാന്ത് ദുബെ, അസറുദ്ദീൻ ഒവൈസി, ഗുലാം നബി ആസാദ്, രേഖ ശർമ്മ, സത്ന സിംഗ് സന്ധു, ഹർഷ് ശൃംഗള എന്നിവരും ഉൾപ്പെട്ടിരുന്നു. സന്ദർശനത്തിന്റെ ഭാഗമായി സംഘം കുവൈറ്റിലെ ഉപപ്രധാനമന്ത്രിയുമായി ഔപചാരിക കൂടിക്കാഴ്ച നടത്തി. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ സ്വീകരിച്ച ദൃഢവും വ്യക്തവുമായ നിലപാട്
നിലപാട് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ ഈ നിലപാട് ഭരണകൂടം, മാധ്യമങ്ങൾ, പ്രവാസി സമൂഹം തുടങ്ങി എല്ലാ തലങ്ങളിലും ശക്തമായി പ്രകടമാക്കുകയായിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിന് കുവൈറ്റിലെത്തിയ സംഘം 250 വർഷത്തെ ഇന്ത്യ കുവൈറ്റ് സൗഹൃദം എന്ന പ്രദർശനം, മസ്ജിദുൽ കബീർ, കുവൈറ്റ് ടവർ തുടങ്ങിയ പ്രധാന സന്ദർശന കേന്ദ്രങ്ങളിലും എത്തി. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസികളുമായി സംവദിക്കുകയും മാധ്യമപ്രവർത്തകരുമായി പ്രത്യേക ചർച്ച നടത്തുകയും ചെയ്തു. ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നിലപാടിന് അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് നടത്തപ്പെട്ട ഈ സന്ദർശനം കുവൈറ്റിലെ പൊതുസമൂഹത്തിൽ ഊട്ടിയുറപ്പുള്ള പ്രതികരണം ഉണ്ടാക്കാൻ സാധിച്ചതായി സംഘം അറിയിച്ചു. ജനം, കുവൈറ്റ്. കൊടും കുറ്റവാളികൾക്കെതിരെ കടുത്ത നടപടി തുടർന്ന യോഗി സർക്കാർ. 24 മണിക്കൂറിൽ 11 ഏറ്റുമുട്ടലുകൾ നടന്നു. 14 ഗുണ്ടകൾ പിടിയിലായി. പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറാകാത്ത കൊടും കുറ്റവാളികളെയാണ് ഓടിച്ചിട്ട് പിടിക്കുന്നത്. കനത്ത ഏറ്റുമുട്ടലിനൊടുവിലാണ് പല ഗുണ്ടാത്തലവന്മാരെയും പിടികൂടിയത്. സ്ത്രീകൾക്കെതിരായ അതിക്രമം, മോഷണം, പോലീസുകാരെ ആക്രമിക്കൽ തുടങ്ങിയ കേസുകളിലെ പ്രതികളെയാണ് എൻകൗണ്ടറിലൂടെ കീഴ്പ്പെടുത്തിയത്. ലക്നൌവിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതികളായ കമൽ കിഷോർ, ബാദർ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഗാസിയാബാദിൽ പോലീസ് കോൺസ്റ്റബിളിനെ വധിച്ച അബ്ദുൾ റഹ്മാൻ എന്ന ഗുണ്ടയെ എൻകൗണ്ടറിലൂടെ പിടികൂടി. അതിനിടെ ഹാപ്പൂരിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ലോറൻസ് ബിഷ്ണോയിയുടെ സംഘത്തിലുള്ള നവീൻ കുമാർ എന്ന ഗുണ്ട കൊല്ലപ്പെട്ടു. യോഗി അധികാരത്തിലേറിയ 2017 മാർച്ച് മുതൽ ഇതുവരെ 223 കൊടും ക്രിമിനലുകളെ എൻകൗണ്ടറിലൂടെ കൊലപ്പെടുത്തി. 20,221 കുറ്റവാളികളെ ജയിലിലടയ്ക്കുകയും ചെയ്തു. ജനം, ഡൽഹി. വനിതാ വികസന കോർപ്പറേഷൻ MD VC ബിന്ദുവിനെ പുനർനിയമനം. CPM നേതാവ് PK ചന്ദ്രാനന്ദന്റെ മകൾ ബിന്ദുവിനാണ് പുനർനിയമനം നൽകിയത്. KML ഡെപ്യൂട്ടി ജനറൽ മാനേജരായിരുന്നു ബിന്ദു. അതേസമയം കോടിയേരിയുടെ ഭാര്യാ സഹോദരന് നിയമനമില്ല. SR വിനയകുമാറിനെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു. കെൽപ്പാമിലെ MD ആയിരുന്നു വിനയകുമാർ. KML നിന്നും ഡെപ്യൂട്ടി ജനറൽ മാനേജറായി വിരമിച്ച VC ബിന്ദുവിനാണ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനിൽ MD-ആയി പുനർനിയമനം നൽകിയത്. CPM-ന്റെ ആലപ്പുഴയിലെ പ്രമുഖ നേതാവായിരുന്ന അന്തരിച്ച PK ചന്ദ്രാനന്ദന്റെ മകളാണ് ബിന്ദു. പുനർനിയമനത്തിൽ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നീട് ആലപ്പുഴയിലെ നേതാക്കന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നു. അതേസമയം അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യാ സഹോദരൻ SR വിനയകുമാറിന് വ്യവസായ വകുപ്പിൽ നിയമനം നൽകിയില്ല. കെൽപ്പാം MD-ആയിരുന്ന വിനയകുമാർ ചെയർമാന്റെ അഴിമതി ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്നാണ് സ്ഥാപനത്തിൽ നിന്നും പുറത്തായത്. ചെയർമാന്റെ അഴിമതിയെപ്പറ്റി അന്വേഷിക്കുകയാണെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഒരംഗത്തിന്റെ പങ്ക് പുറത്തുവരുമെന്നത് വിനയകുമാറിന് വിനയാവുകയായിരുന്നു. വിനയകുമാറിനെ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇരുത്താതെ അദ്ദേഹത്തിന്റെ മാതൃവകുപ്പായ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്ക് മടങ്ങിപ്പോകാൻ നിർദ്ദേശിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച ബിന്ദുവിന് പുനർനിയമനം നൽകുകയും സർവീസിലുള്ള വിനയകുമാറിനെ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തത് ഇരട്ട നീതിയാണെന്ന ആക്ഷേപമുണ്ട്. ബിന്ദുവിന് ഇരിപ്പിടം നൽകിയതും വിനയകുമാറിന് ഇരിപ്പിടം നിഷേധിച്ചതും വ്യവസായ മന്ത്രി P രാജീവാണെന്നത് യാദൃച്ഛികമല്ല. അനിൽ നമ്പ്യാർ, ന്യൂസ് ഡെസ്ക്, ജനം. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ അനുകൂലിച്ച അസർബൈജാനിൽ വിനോദസഞ്ചാര കോൺഫറൻസ് നടത്താനൊരുങ്ങി മലയാളി സംഘടന. വേൾഡ് മലയാളി കൗൺസിൽ എന്ന സംഘടനയാണ് വിനോദസഞ്ചാര മേഖലയിലെ വിദേശ നിക്ഷേപങ്ങൾ ലക്ഷ്യം വെച്ച് കോൺഫറൻസ് നടത്തുന്നത്. ജൂൺ 27 മുതൽ 30 വരെയാണ് അസർബൈജാനിൽ വെച്ച് കോൺഫറൻസ് നടത്തുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭാരതം അസർബൈജാനിലേക്ക് വിനോദസഞ്ചാരത്തിന് വിലക്കുൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം കവടിയാർ ആസ്ഥാനമായ സംഘടനയാണ് വിമർശനങ്ങൾ ഉയർന്നിട്ടും രാജ്യ താൽപ്പര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ നിരവധി പ്രമുഖ വ്യക്തികളും മാധ്യമപ്രതിനിധികളും പങ്കെടുക്കുന്ന കോൺഫറൻസ് അസർബൈജാനിൽ വച്ച് നടക്കുന്നതിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് തീരുമാനമെടുത്ത 2 രാജ്യങ്ങളായിരുന്നു അസർബൈജാനും തുർക്കിയും. ഈ രാജ്യങ്ങളിലേക്ക് വിനോദസഞ്ചാരത്തിന് ഉൾപ്പെടെ പോകുന്നവർക്ക് ഭാരതം വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ രാജ്യത്തിനെതിരെ ഭീകരവാദ ഭീഷണി നേരിടുന്ന തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പ്രമുഖർ ഉൾപ്പെടുന്ന മലയാളി സംഘടന ശത്രു രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളോട് സൗഹൃദം സ്ഥാപിക്കുന്നത്. വേൾഡ് മലയാളി സംഘടനയുടെ കോൺഫറൻസ് അസർബൈജാനിൽ വെച്ച് നടത്തുകയാണെങ്കിൽ ഈ രാജ്യത്തുണ്ടാകുന്ന സാമ്പത്തിക ലാഭം വലുതാണ്. രാജ്യത്തിന്റെ താൽപ്പര്യങ്ങളെ മാനിക്കാതെ ഭീകരവാദ ശക്തികളോടൊപ്പം മുന്നോട്ടു പോവുകയാണ് മലയാളി സംഘടന കൂടിയായ WMC. ജൂൺ 27 മുതൽ 30 വരെയാണ് കോൺഫറൻസ് നിശ്ചയിച്ചിട്ടുള്ളത്. $350 നികുതിയുമാണ് കോൺഫറൻസിൽ പങ്കെടുക്കാനുള്ള ഫീസ്. കോൺഫറൻസിലേക്ക് പങ്കെടുക്കാൻ എത്തുന്നവർ വിമാന ടിക്കറ്റ് സ്വന്തമായി എടുക്കണം. ഇതിലൂടെ അസർബൈജാൻ പോലുള്ള ഭീകര രാജ്യങ്ങൾക്ക് ലഭിക്കുന്നത് വൻ സാമ്പത്തിക നേട്ടമാണ്. വിനീഷ്, ജനം, തിരുവനന്തപുരം.
വന്ദേ ഭാരത് എക്സ്പ്രസിൽ വീണ്ടും പഴകിയ ഭക്ഷണം പിടികൂടി. ഭക്ഷണ വിതരണത്തിന്റെ കരാർ എടുത്ത സ്ഥാപനത്തിനെതിരെ നിയമ നടപടിയുമായി റെയിൽവേ നീങ്ങുമ്പോഴാണ് കാലാവധി അവസാനിച്ച ജ്യൂസ് കണ്ടെത്തിയത്. ഒരാഴ്ച മുൻപും പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തിരുന്നു. മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരതിൽ വിതരണം ചെയ്തത് കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ. മാർച്ച് 24-ന് കാലാവധി അവസാനിച്ച ജ്യൂസാണ് ഇന്ന് യാത്രക്കാർക്ക് വിതരണം ചെയ്തത്. ഭക്ഷണ വിതരണത്തിന്റെ കരാറെടുത്ത സ്ഥാപനത്തിനെതിരെ നിയമ നടപടിയുമായി റെയിൽവേ നീങ്ങുമ്പോഴാണ് കാലാവധി അവസാനിച്ച ജ്യൂസ് കണ്ടെത്തിയത്. വ്യാഴാഴ്ച മംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയെന്ന വന്ദേ ഭാരത് എക്സ്പ്രസിലാണ് കാലാവധി കഴിഞ്ഞ ജ്യൂസ് പാക്കറ്റുകൾ നൽകിയത്. മാർച്ചിൽ കാലാവധി അവസാനിച്ചത്, അതായത് കാലാവധി അവസാനിച്ച് 2 മാസത്തോളമായ പാനീയമാണ് യാത്രക്കാർക്ക് നൽകിയത്. കരാറുകാർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് റെയിൽവേ. ജനം, തിരുവനന്തപുരം. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങി മുൻ MLA PV അൻവർ. മുന്നണി പ്രവേശനത്തിൽ UDF-ൽ നിന്നും അവഗണന നേരിട്ടതോടെയാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള നീക്കം. നാളെ ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കും. അതേസമയം LDF-ഉം NDA-യും ഉടൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. LDF-നെ വിമർശിച്ച് പുറത്തായ മുൻ MLA PV അൻവർ ഇപ്പോൾ പെരുവഴിയിലാണ്. നിലമ്പൂരിൽ മത്സരിക്കാനുള്ള നീക്കവുമായാണ് തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി മത്സരിക്കാൻ നേതൃത്വത്തെ PV അൻവർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. മുന്നണി പ്രവേശന വിഷയത്തിലും ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിലും ഇടഞ്ഞു നിൽക്കുകയാണ് അൻവർ. UDF മുന്നണി പ്രവേശനത്തിന് മുസ്ലിം ലീഗ് അടക്കമുള്ളവരെ കൂട്ടുപിടിച്ച് ശ്രമിച്ചെങ്കിലും അൻവറിന് എല്ലാം പാളുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവരുടെ എതിർപ്പ് തിരിച്ചടിയായി. അതേസമയം അൻവർ UDF മുന്നണിയുമായി സഹകരിക്കുന്നതിൽ UDF-ൽ ചർച്ചകൾ തുടരുന്നുണ്ട്. അനുരഞ്ജന ചർച്ചകൾ നടത്തണമെന്ന് KC വേണുഗോപാൽ സംസ്ഥാന നേതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. LDF-ഉം NDA-യും കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ നിലമ്പൂരിൽ പ്രചാരണങ്ങൾ കൂടുതൽ സജീവമാകും. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് നേതൃത്വം പറയുന്നത്. NDA-യും നേതൃയോഗത്തിന് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ജനം, മലപ്പുറം. VD സതീശനെതിരെ ആഞ്ഞടിച്ച് വീണ്ടും PV അൻവർ. KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ച മുടക്കിയത് സതീശനാണ്. തന്നെ ഒതുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് UDF ഉപയോഗിക്കുന്നത്. UDF ചെയർമാന് എന്താണ് തന്നോട് ഇത്ര വിരോധമെന്നറിയില്ല. പിണറായിസത്തെ തകർക്കുകയാണ് ലക്ഷ്യം. നിലമ്പൂരിൽ മത്സരിക്കുന്ന കാര്യം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷമേ തീരുമാനിക്കൂ എന്നും അൻവർ പറഞ്ഞു. ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് PV അൻവറിനെ ഒതുക്കാനാണോ UDF ചെയർമാൻ ഉദ്ദേശിക്കുന്നത്, അതല്ല പിണറായി ഒതുക്കാനാണോ? ഒരു തെരഞ്ഞെടുപ്പ് രംഗത്താണല്ലോ, നോമിനേഷൻ 2 ദിവസം കഴിഞ്ഞാൽ കൊടുക്കണം. അപ്പോൾ കേരളത്തിലെ ജനങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം PV അൻവറിനെ ഒതുക്കലാണോ അതോ പിണറായി ഒതുക്കലാണോ UDF ചെയർമാൻ്റെ ഉദ്ദേശം? ഇത് വളരെ ക്ലിയർ അല്ലേ? PV അൻവറിനെ ഒതുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നതെന്നുള്ളത്. തൃണമൂലിനെ അസോസിയേറ്റ് മെമ്പറാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. അൻവറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീർക്കാൻ ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നും KC വേണുഗോപാലുമായി അൻവർ സംസാരിക്കുന്നതിൽ സന്തോഷം മാത്രമെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കാര്യം അൻവർ ഉൾപ്പെടെയുള്ളവരോട് സംസാരിച്ചു. ഇന്നും അത് തുടരും. അദ്ദേഹത്തെ കൂടി ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് പോകണമെന്നാണ് UDF ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള എല്ലാവരുടെയും ആഗ്രഹം അതാണ്. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ ശക്തികളെയും എല്ലാ വ്യക്തികളെയും ഒരുമിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് UDF-ന്റെ എന്നത്തെയും സമീപനം. അതുതന്നെ ആയിരിക്കും ഇപ്പോഴും തുടരുന്നത്. ഇന്ന് നമ്മൾ അതിനുവേണ്ടിയുള്ള ശ്രമം തുടരും. KC വേണുഗോപാൽ കേരളത്തിലെ നേതാവാണ്. അഖില ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. സംഘടനാ ചുമതലയുള്ള അദ്ദേഹവുമായി സംസാരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ഞങ്ങളെല്ലാവരും കൂട്ടായിട്ട് ഈ കാര്യത്തിൽ ഒരു മനസ്സോടെ ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുമ്പോൾ PV അൻവർ വിഷയം കോൺഗ്രസിനെ 2 തട്ടിലാക്കിയിരിക്കുകയാണ്. K. സുധാകരൻ പ്രതിപക്ഷ നേതാവിനെ തള്ളിപ്പറഞ്ഞതും KC വേണുഗോപാലിന്റെ ഒഴിഞ്ഞുമാറ്റവും അണികളിലും ആശയക്കുഴപ്പം സൃഷ്ടിച്ചു കഴിഞ്ഞു. അതേസമയം അതൃപ്തി പരിഹരിക്കാൻ ലീഗും ശ്രമം തുടരുകയാണ്. അൻവറിനെ തഴയുന്നതും സുധാകരൻ അൻവറിനെ പിന്തുണയ്ക്കുന്നതും ലീഗിന്റെ രഹസ്യ നീക്കങ്ങളും UDF മുന്നണി 2 തട്ടിലാണെന്നത് വ്യക്തമാക്കുന്നു. VD സതീശനെ തഴഞ്ഞുകൊണ്ട് ലീഗ് അൻവറിനെ മുന്നണിയിലേക്കെടുക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ഹൈക്കമാൻഡിന്റെ പുറത്ത് കയറി ഹൈക്കമാൻഡ് കളിക്കാൻ അൻവറിന് അവസരം കൊടുക്കുകയാണെന്ന് VD സതീശന്റെ പക്ഷം ഉന്നയിക്കുമ്പോൾ അൻവറില്ലാതെ വോട്ട് പിടിക്കാൻ കഴിയില്ല എന്നാണ് K. സുധാകരനും രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വയ്ക്കുന്നത്.
അൻവർ നിർണായക ശക്തിയെന്ന സുധാകരൻ പറയുമ്പോൾ അൻവറിന്റെ പ്രവേശനത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന VD സതീശൻ. പുനഃസംഘടനയിൽ ഉൾപ്പെടെ വന്ന പുകച്ചിലാണ് ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തി നിൽക്കുന്നത്. സുധാകരൻ പക്ഷമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എങ്കിലും അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കേണ്ട എന്ന അഭിപ്രായത്തോട് മൗനം പാലിക്കുന്നുണ്ട്. നിലമ്പൂരിൽ UDFന് കീറാമുട്ടിയായി PV അൻവർ നിൽക്കുമ്പോൾ UDFനുള്ളിലെ പൊട്ടിത്തെറി വലിയ ചർച്ചയാകുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം കോഴിക്കോടെത്തിയ KC വേണുഗോപാലിനെ കാണാൻ പുറപ്പെട്ട PV അൻവർ നിരാശനായാണ് മടങ്ങിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ KC വേണുഗോപാൽ കൈയൊഴിയുകയാണ്. ജനം, തിരുവനന്തപുരം. വേൾഡ് ഹങ്കർ ഡേ CSR ദിനാചരണത്തിന്റെ ഭാഗമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോഴിക്കോട് ആർട്ടിസ്ട്രി ഷോറൂമിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ അഹമ്മദ് ദേവർകോവിൽ MLA മുഖ്യാതിഥിയായി. വിശപ്പ് രഹിത ലോകം പദ്ധതിക്കായി മലബാർ ഗോൾഡ് ഈ വർഷം 120 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. കോഴിക്കോട് ഷോറൂം ഹെഡ് സക്കീർ ഹുസൈൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷെറിജ് VS തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വേൾഡ് ഹങ്കർ ഡേ ആയിട്ട് മലബാർ ഗോൾഡ് മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നമ്മൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഈ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ ഒരു 120 കോടിയോളം ആണ് CSRന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 2.5 കോടിയോളം മീൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഉദ്ഘാടനം ഇന്ന് ഡൽഹിയിൽ നടന്നിട്ടുണ്ട്. ആചാര്യ പഞ്ചകച്ചം വേഷ്ടി എന്ന പേരിൽ പുതിയ വസ്ത്രോൽപ്പന്നവുമായി രാംരാജ് കോട്ടൻ. പണ്ഡിതരും സാംസ്കാരിക വക്താവുമായ ദുഷ്യൻ ശ്രീധറുമായി സഹകരിച്ചാണ് പുതിയ സംരംഭം. ഗുരുക്കന്മാർക്കും ആചാര്യന്മാർക്കും വേണ്ടി പ്രത്യേകം നിർമ്മിച്ചതാണ് പഞ്ചകച്ചം വേഷ്ടി. ഇന്ത്യയിലുടനീളം 4000-ലധികം ഇനം വേഷ്ടികൾ രാംരാജ് കോട്ടൻ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു. ആന്ധ്രാപ്രദേശിനും ദക്ഷിണേന്ത്യക്കും അപ്പുറം പുതിയ ഉൽപ്പന്നം ആഗോളതലത്തിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് രാംരാജ് കോട്ടന്റെ സ്ഥാപകനും സാംസ്കാരിക സംരംഭകനുമായ KR നാഗരാജൻ പറഞ്ഞു. നമ്മുടെ സംസ്കാരത്തെ പരിപോഷിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഇന്നത്തെ യുവാക്കൾ പരമ്പരാഗത വസ്ത്രങ്ങൾ സ്വീകരിക്കുകയും നമ്മുടെ പൂർവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യണമെന്നും ദുഷ്യൻ ശ്രീധർ കൂട്ടിച്ചേർത്തു. ന്യൂസ് at 5 PM ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.